റിപ്പോർട്ടർ ടിവി ഉടമകളായ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് കേസുകളുടെ ഒരു ചാകരക്കാലമാണ്. ഇന്ന് ഒരു കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഏത് കേസെന്ന സംശയം ആർക്കും ഉണ്ടാകും. കാരണം പല തട്ടിപ്പുകളുമായും ചേർത്തു പറയുന്ന പേരാണ് അഗസ്റ്റിൻ സഹോദരങ്ങളുടേത്. അതുകൊണ്ട് തന്നെ തിരിച്ചടി എന്ന് കേൾക്കുമ്പോൾ അത് മുട്ടിൽ മരമുറി കേസിലാണോ, അതോ അതുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിലാണോ, അതുമല്ലെങ്കിൽ മെസ്സിയുടെ പേരും പറഞ്ഞ് നടത്തിയ തട്ടിപ്പ് കേസിലാണോ എന്ന സംശയം ഉയരുക സ്വാഭാവികമാണ്. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വഞ്ചനാ കേസിലാണ്. ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ കേസിന്റെ വിചാരണ നടപടികൾ ഇന്ന് ആരംഭിക്കാനിരിക്കെ കഴിഞ്ഞ ദിവസം അത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായാണ് ഹൈക്കോടതിയിൽ പോയത്. എന്നാൽ ഇന്ന് ഹൈക്കോടതി ആ ആവശ്യമെടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞിരിക്കുകയാണ്. വിചാരണ സ്റ്റേ ചെയ്യാൻ കാരണമായി സഹോദരന്മാർ ഉന്നയിച്ചത് തങ്ങൾക്കെതിരായ മുട്ടിൽ മരമുറി കേസുകളിൽ സുൽത്താൻ ബത്തേരി കോടതിയിൽ വിചാരണ പുരോഗമിക്കുകയാണ്, അതുകൊണ്ട് ഇവിടെ ഈ കേസിന്റെ വഞ്ചനാ കേസിന്റെ വിചാരണ ആരംഭിക്കുന്നത് തടയണം എന്നായിരുന്നു. എന്നാൽ ഇത്തരം ആവശ്യങ്ങൾ വിചാരണ കോടതിയിൽ പോയി ഉന്നയിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ കേസ് തന്നെ നിലനിൽക്കില്ല എന്ന വാദവുമായും 3 പേരും ഹൈക്കോടതിയിൽ എത്തിയിരുന്നു. അന്നും കോടതി 3 പേരെയും ഓടിക്കുന്നതാണ് കണ്ടത്. കോടതി എന്ന് പറഞ്ഞത് പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് വിചാരണ കോടതി തന്നെ പറഞ്ഞല്ലോ, അതുകൊണ്ട് വിചാരണ നേരിടണം എന്നായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കേസുകൾ നീട്ടിക്കൊണ്ടു പോവുക എന്നതാണ് 3 പേരും ലക്ഷ്യമിടുന്നത്. കാരണം ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 4-5 വർഷത്തോളം ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടികളും പോയില്ല. LDFന് തുടർഭരണം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു സഹോദരന്മാർ ഉണ്ടായിരുന്നത്. എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ശക്തമായ വിജയത്തോടെ തിരിച്ചു വന്നതോടുകൂടിയാണ് തങ്ങൾക്ക് പന്തികേടാണ് എന്നിവർ തിരിച്ചറിയുന്നത്. അതോടുകൂടിയാണ് ഇത്തരത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ കേസുകളുടെ നടപടിക്രമങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നതിനുള്ള ഒരു നീക്കം ഈ 3 പേരും നടത്തുന്നത്. അതിനുള്ള ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് 3 പേർക്കും ഉണ്ടായിരിക്കുന്നത് എന്നതിൽ സംശയമില്ല. അവിടെയും തീർന്നിട്ടില്ല ഇന്ന് കിട്ടിയിരിക്കുന്ന തിരിച്ചടി. ചോറ്റാനിക്കര കോടതി ഇന്ന് സഹോദരങ്ങളായ ആൻഡോ, റോജി, ജോസുകുട്ടി എന്നീ 3 പേരോടും നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ്. പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ച് ഈ വഞ്ചനാ കേസിന്റെ വിചാരണ നടപടിക്ക് തുടക്കം ഇടുന്നതിന് വേണ്ടിയായിരുന്നു അത്. എന്നാൽ ഇന്ന് ഈ റോജി അഗസ്റ്റിൻ മാത്രമാണ് കോടതിയിൽ നേരിട്ട് ഹാജരായത്. ഇത് കണ്ട് കോടതി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. മറ്റു 2 പേർ എവിടെയെന്നും കോടതിയെ കളിപ്പിക്കുകയാണ് എന്നുമാണ് മജിസ്ട്രേറ്റ് റോജിയോട് ചോദിച്ചത്. വിചാരണ നീട്ടിക്കൊണ്ടു പോകാൻ മറ്റൊരു തന്ത്രവും ഇവർ പ്രയോഗിച്ചിട്ടുണ്ട്. അത് ഈ വഞ്ചനാ കേസ് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയുടെ പരിധിയിൽ വരുന്നതല്ല, അല്ലെങ്കിൽ ആ പരിധിയിൽ നിലനിൽക്കില്ല എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഒരു ഹർജി സമർപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ ഹർജി പരിഗണിച്ച കോടതി പറഞ്ഞത് വിചാരണയ്ക്ക് കോടതിക്ക് അധികാരമുണ്ട് എന്ന് മജിസ്ട്രേറ്റ് അസന്നിഗ്ധമായിട്ട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് സംബന്ധിച്ച് ഉത്തരവ് നാളെ കോടതി പുറപ്പെടുവിക്കുന്നുണ്ട്. നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കവും ഈ സഹോദരന്മാർ നടത്തുന്നു. വീഡിയോ കോൺഫറൻസിലൂടെ വിചാരണയ്ക്ക് ഹാജരാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ അപേക്ഷ സമർപ്പിച്ചു. ആ അപേക്ഷയിലും കോടതി നാളെ ഒരു തീരുമാനം പറയും. ഒപ്പം തന്നെ ഇന്ന് കോടതി ഹാജരായ റോജിയോട് പറഞ്ഞിരിക്കുന്നത് ഇനി കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കാൻ നിശ്ചയിക്കുന്ന ദിവസം അത് നാളെയാണ് തീരുമാനിക്കുക. ഇനി എന്നാണ് കുറ്റപത്രം വായിക്കുക എന്ന്. അന്ന് ഈ 3 പ്രതികളും നിർബന്ധമായും നേരിട്ട് ഹാജരാകണമെന്നും കോടതി കർശനമായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. എന്തായാലും കേസുകളുടെ കുരുക്കിലേക്കാണ് ഈ അഗസ്റ്റിൻ സഹോദരന്മാർ വീണിരിക്കുന്നത്. മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ് നടത്തിയ നീക്കങ്ങൾക്ക് പിന്നിലെ തട്ടിപ്പുകൾ ഓരോന്നായിട്ട് പുറത്തു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ GST വെട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം നടക്കുകയാണ്. വിദേശത്തേക്ക് പണം കൈമാറുന്നതിൽ ഉൾപ്പെടെ ED അന്വേഷണത്തിന് തുടക്കമിട്ടു. തട്ടിപ്പിലെ വിവിധ തലങ്ങളിൽ വിജിലൻസ് ഉൾപ്പെടെ പല ഏജൻസികളും അന്വേഷണത്തിനുള്ള സാധ്യത തേടുന്നുമുണ്ട്. അങ്ങനെ ഒരു പിടി കേസുകളാണ് അഗസ്റ്റിൻ സഹോദരന്മാരെ കാത്തിരിക്കുന്നത്.